ഓടിപ്പിടിച്ച് വീടെത്തുകയാണ് മലയാളികൾ. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും മാർക്കറ്റുകളിലും എല്ലാം ഓണത്തിൻ്റെ തിരക്ക് നമുക്ക് കാണാം. അപ്പോൾ ഈ തിരക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചൊന്ന് കാണണ്ടേ? എന്തൊക്കെയാണ് തിരക്കുകൾ, എന്തിനു വേണ്ടിയുള്ള തിരക്ക് കൂട്ടലാണ്, ഇതൊക്കെ അറിയണ്ടേ? വിവിധ പ്രതിനിധികൾ പല സ്ഥലത്തു നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ നാഥുണ്ട്, തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് രാഹുൽ നാഥ് ഉള്ളത്. ഒപ്പം VS ഗോകുൽ പാലക്കാട് നിന്ന് ചേരുന്നു. അഞ്ജന സുകുമാരൻ ചേരുന്നുണ്ട്. അഞ്ജന സുകുമാരനുള്ളത് പാളയം മാർക്കറ്റിൽ നിന്നാണ്. പിന്നെ ഷിനോജ് ST ഉണ്ട്, കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. നമുക്ക് ഷിനോജിലേക്ക് തന്നെ ആദ്യം പോകാം. ഷിനോജ്, ഗുഡ് മോർണിംഗ്. ഒപ്പം പൂരാട ദിന ആശംസകളും നേരുന്നു ഷിനോജിന്. ഒരുപാട് പേർ തിരക്കിട്ട് വീടുകളിലേക്ക് എത്താനുള്ള ഒരു ഓട്ടത്തിലായിരിക്കും. ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന കാഴ്ചകൾ എന്താണ്? അങ്ങനെ ഓണത്തിന് വേണ്ടി എത്തുന്ന മനുഷ്യരൊക്കെ ഒരുപാടുണ്ടോ? മോത്തി പൂരാടമാണ്, ഒരു മിനി ഉത്രാടപ്പാച്ചിലാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ വന്ദേ ഭാരത് ഇവിടേക്ക് എത്തിച്ചേരും. അതിന് മുൻപ് ഈ ആളുകളൊക്കെ തന്നെ ഒരു വലിയ തിരക്കാണ്. കാരണം ദൂരസ്ഥലത്തേക്ക് തന്നെ പോകുന്നതിന് വേണ്ടി ആളുകളൊക്കെ തന്നെ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരുപാട് പേർ ഉണ്ട്. നമുക്കപ്പം അവരിൽ ചിലർ പലരും ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ചേട്ടാ ഇങ്ങോട്ടാ, കോഴിക്കോട് ടിക്കറ്റ് നേരത്തെ എടുത്തു? പിന്നെ 2 മാസം മുമ്പേ എടുത്തു വെച്ചു. ഓണം അപ്പം കോഴിക്കോടാ? പിന്നല്ലാതെ. സ്ഥലം ഇവിടെ തന്നെ, കോട്ടയം തന്നെയാണ്. മരുമകൾ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം ഞങ്ങൾ. കുഞ്ഞിൻ്റെ ആദ്യത്തെ ഓണം കോഴിക്കോട് ആഘോഷിക്കാൻ പോവാം. ടിക്കറ്റ് ഒക്കെ നിങ്ങൾ നേരത്തെ എടുത്തായിരുന്നു? നേരത്തെ പിന്നെ 2 മാസം മുമ്പേ എടുത്തു വെച്ചു. അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റും. ടിക്കറ്റ് ഒന്നും കിട്ടാനില്ല, വളരെ വെയിറ്റ് ലിസ്റ്റ് ആണ് അല്ലേ? നമ്മൾ നേരത്തെ എല്ലാം കണക്കാക്കി ടിക്കറ്റ് റിസർവ് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് സുഖമായിട്ട്. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? പിന്നെ അവിടെ അവർ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയി സഹകരിക്കുക. എല്ലാവരും മരുമകളുടെ വീട്ടില്ല? എല്ലാവരും മരുമകളുടെ വീട്ടിലായി. പേരെന്തോ? സംസാരിക്കില്ല. പേരെന്തോ? ആദ്യ ഓണം. അമ്മയുടെ ആദ്യ ഓണാ? കരയും. ഓണമൊക്കെ എങ്ങനെ? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കണം. ഞങ്ങൾ ഏതായാലും മോളുടെ വീട്ടിലാണ് ഓണം പ്രാവശ്യം ആഘോഷിക്കുന്നത്. അതിന്റെ തിരക്കൊക്കെയാണ്. വലിയ ബാഗ് ഉണ്ട് അല്ലേ? ബാഗായിട്ട് കോഴിക്കോട് പോവാം. എന്തായാലും 7:25 വന്ദേ ഭാരത്. എല്ലാവരും കാത്തിരിപ്പാണ്. നമുക്കപ്പോൾ 2-3 ചെറുപ്പക്കാർ കൂടി ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ എവിടെന്നാ? കോഴിക്കോട് പോകുന്നില്ല? പഠിക്കുന്നത് ഇവിടെ സ്കൂളാണ്, പള്ളിക്കത്തോട്ടിൽ അരവിന്ദ. അപ്പം നാട്ടിൽ പോവാം? നാട്ടിൽ പോവാം. ടിക്കറ്റ് ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തോ? യെസ്. വന്ദേ ഭാരതാ? വന്ദേ ഭാരത്. സ്ഥലം? കണ്ണൂർ. ടിക്കറ്റ് ബുക്ക് ചെയ്തു. എത്ര സമയം മുമ്പ് ബുക്ക് ചെയ്തു? ഒരു 2 മാസം മുമ്പ് വരും. 2 മാസം മുമ്പ് ഓണത്തിന്റെ തിരക്കറിയായിരുന്നു? എങ്ങനെയുണ്ട്? ഓണമൊക്കെ എങ്ങനെയുണ്ട്? ഓണം ആഘോഷിക്കാൻ പോണ. സ്ഥലം എവിടെ? സ്ഥലം കണ്ണൂർ. എല്ലാവരും ഒന്നിച്ച്. ഇവിടെ പഠിക്കുന്നത്? ഇവിടെ പഠിക്കുന്ന ആരും പള്ളിക്കത്തോട് പഠിക്കുക. +2. എന്തായാലും ഇവരൊക്കെ കാത്തിരിപ്പാണ്. അല്പസമയത്തുള്ള ട്രെയിനെത്തും. നാട്ടിൽ പോയി ഓണം ആഘോഷിക്കാനൊക്കെ ഉള്ള തിരക്കിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. പലരും വലിയ രീതിയിലുള്ള ബാഗൊക്കെയാണ്. കാരണം വല്ലപ്പോഴുമൊക്കെ അവധി കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ അത്തരത്തിൽ അവധി കിട്ടുന്ന ആളുകളൊക്കെ തന്നെ ഓണം എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ വീട്ടിൽ പോയി ആഘോഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി വളരെ നേരത്തെ മുൻകൂട്ടി തന്നെ ടിക്കറ്റൊക്കെ തന്നെ ബുക്ക് ചെയ്ത് കാത്തിരുന്ന് ഈ ഓണത്തിന് വേണ്ടി നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഓണത്തിന് നാട്ടിൽ പോകുന്ന പരിപാടിയാണോ? കല്യാണമല്ല, ഓണമല്ല. ആണോ? അങ്ങനെ ഇവരൊക്കെ കടന്നു വരുന്നുണ്ട്. ചേട്ടാ, ഓണത്തിന് വന്നതാണോ നാട്ടിലേക്ക്? വന്നാണോ? പോവേണോ? ഓണത്തിന് വേണ്ടി വന്നത്? എവിടെ? ഞങ്ങൾ തിരുനെൽവേലിയിൽ നിന്ന് വരുന്നത്, തമിഴ്നാട്ടിൽ. കോട്ടയത്താരാ ബന്ധുക്കളാ? കോട്ടയം ചേച്ചിയുണ്ട്, സ്വന്തങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം ഇപ്പോഴിറങ്ങി അവിടെ നിന്ന്? ഞങ്ങൾ ഇന്നലെ രാത്രി ഇറങ്ങി. ഇപ്പം ഇന്ന് ഇറങ്ങി. 3 ദിവസം കഴിഞ്ഞിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോകുള്ളൂ. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തു? ടിക്കറ്റ് അല്ല, ഇവിടെ അൺറിസർവ്ഡ് അല്ലേ? അല്ല, വണ്ടി ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അത് നേരത്തെ ടിക്കറ്റ് എടുത്തില്ല. ഓണമൊക്കെ അടിച്ച് പൊളിക്കാൻ പരിപാടി കോട്ടയം? നേരത്തെ കോട്ടയത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ കോട്ടയത്തിൽ വന്നിട്ടുണ്ട്. എപ്പോഴും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ മാസത്തിൽ 2 ദിവസം ഇവിടെ വരുന്നുണ്ട്. അതെ. നമ്മുടെ നാട്ടിലുള്ള മാത്രമല്ല, പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വരികയാണ്. ഏതായാലും പല നാട്ടിൽ നിന്നും ഓണം ആഘോഷിക്കാനായി കേരളത്തിലേക്ക് എത്തുകയാണ്. എല്ലാ മനുഷ്യരും ഓണത്തിന്റെ സന്തോഷത്തിലാണ്. ചിലരൊക്കെ കല്യാണം കൂടാൻ പോകുന്നെന്ന് പറയുന്നു. അപ്പോഴും ആ റെയിൽവേ സ്റ്റേഷനിൽ പിന്നിൽ നിന്ന് കേൾക്കുന്ന അനൗൺസ്മെന്റ് ഇല്ലേ, അതൊരു ഗൃഹാതുരത്വം നിറഞ്ഞ അനൗൺസ്മെന്റ് ആണല്ലേ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അനൗൺസ്മെന്റ് അത് പൊളിയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പോകാനുള്ളവർക്കും വരാനുള്ളവർക്കും ഒക്കെ ഒരു സന്തോഷമാണ് അല്ലേ?